العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശ്വാസികളെ, അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ സ്നേഹവും കാവലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും പടച്ചതമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധമായ റംസാൻ മാസം കടന്നു വരികയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട, അവന്റെ ജീവിതത്തിൽ റമദാനിന് മുമ്പ് അവൻ ഉണ്ടാക്കിയെടുക്കേണ്ട ചില മര്യാദകളെ സംബന്ധിച്ചും ചില മാനസികമായ ശാരീരികമായ തയ്യാറെടുപ്പിനെ കുറിച്ചുമാണ് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ജീവിതം വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സന്തോഷം നിറഞ്ഞ ഒരു രീതിയിലാണ്. കാര്യമായ വലിയ പ്രതിസന്ധികളോ പരീക്ഷണങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ വളരെ ഗൗരവമായി നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല എന്നാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും പൊതുവെ നമ്മുടെയൊക്കെ ആരോഗ്യ നിലയും സാമ്പത്തികമായ അവസ്ഥയും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് വളരെ റാഹത്തായി മുന്നോട്ട് പോവുകയാണ്. നമുക്കൊക്കെ ഫാമിലി സപ്പോർട്ട് ഉണ്ട്, മക്കളുള്ളവർക്ക് മക്കളുടെ സപ്പോർട്ട്, ബന്ധുക്കൾ, അങ്ങനെ നമുക്ക് ചുറ്റും നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന, ഏതെങ്കിലും നിലയിലുമൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുമുണ്ട്. എന്നാൽ ഇതെല്ലാം പറ്റേ ഇല്ലാതാവുന്ന, എല്ലാം അവസാനിക്കുന്ന, ഒരാളുടെയും സഹായവും സംരക്ഷണവും സ്നേഹവും വാത്സല്യവും ഒന്നും കിട്ടാത്തൊരവസ്ഥ നമുക്കെല്ലാവർക്കും വരാനുണ്ട് എന്ന ഒരു വിചാരം നമ്മുടെയൊക്കെ മനസ്സിൽ സദാ ഉണ്ടായിരിക്കേണ്ടതാണ്. പരലോകത്ത് രക്ഷയും സമാധാനവും വിജയവും ലഭിക്കുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരമപ്രധാനമായ ലക്ഷ്യം. വിശുദ്ധ ഖുർആൻ ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ച് പറയുന്ന ഒരു ആയത്ത് സൂറത്ത് ശുഅറയിലെ 88, 89 രണ്ടായത്തുകൾ. ആ ദിവസത്തിന്റെ പ്രത്യേകത യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നാളിതുവരെ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യമോ അവന്റെ ചോരയിൽ നിന്ന് അവന്റെ ജീവിതത്തിൽ പിറവി കൊണ്ട മക്കളോ യാതൊന്നും ഉപകാരപ്പെടാത്തൊരു ദിവസം മനുഷ്യന് വരാനുണ്ട്. ആ ദിവസത്തിൽ ഉപകാരപ്പെടുക എന്താണെന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, രക്ഷപ്പെട്ട, ഒരു ന്യൂനതയുമില്ലാത്ത ഹൃദയവുമായി അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവനൊഴികെ അവനാണ് നാളെ പരലോകത്ത് രക്ഷയും സമാധാനവും ഉണ്ടാകുന്നത്. അപ്പോൾ രക്ഷപ്പെട്ട ഹൃദയവുമായി നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്നെത്താൻ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. അവിടെയാണ് നമ്മുടെ സമാധാനവും, അവിടെയാണ് നമ്മുടെ സന്തോഷവും, അവിടെയാണ് നമ്മുടെ നിലനിൽക്കുന്ന അവസാനമില്ലാത്ത അന്ത്യമില്ലാത്ത ജീവിതവും. ഈ ഒരു വിഷയം മുന്നിൽ കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നോമ്പിനെ നമ്മൾ കാണേണ്ടത്. നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് എന്തിനാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യം, ഈ ഭൗതിക ജീവിതത്തിൽ രക്ഷപ്പെട്ട ഹൃദയവുമായി, അന്യൂനമായ ഹൃദയവുമായി, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിതത്തെ കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി
നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടി അവൻ ദുനിയാവിൽ സ്വീകരിക്കുന്ന ഒരു മാർഗം എന്ന നിലക്കാണ് നോമ്പിനെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. എത്ര പേർക്ക് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല ഈ റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അതിനുള്ള അവസരം ലഭിക്കുമെന്നുള്ളത്. പലരും നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും മണ്ണിനടിയിലാണ്. ചിലർക്കൊക്കെ മാറാ രോഗമാണ്. എന്നാലും അൽഹംദുലില്ലാ ഈ മണ്ണിൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീട്ടിത്തന്ന ആയുസ് കൊണ്ട് ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞാൽ, ഏകദേശം ഒരാഴ്ച കഴിഞ്ഞാൽ റംദാനിലേക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് ഒരാൾക്കും നിശ്ചയമില്ല. ഇപ്പോൾ ഈ സംസാരിക്കുന്ന എനിക്ക് പങ്കെടുക്കുവാൻ സാധിക്കുമോ പറയാൻ കഴിയില്ല. എൻ്റെ സംസാരം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ റംദാനിൽ ഹാജരാകുവാൻ സാധിക്കുമോ എന്നും നമുക്ക് ആർക്കും നിശ്ചയമില്ല. മഹാനായ സ്വഹാബി ത്വൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസാണ്. രണ്ടാളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് മുസ്ലിമായി. അങ്ങനെ രണ്ടുപേരിൽ ഒരാൾ ഷഹീദായി. രണ്ടാമത്തെ വ്യക്തി ഒരു വർഷത്തിന് ശേഷം കട്ടിലിൽ കിടന്നു മരിച്ചു. എന്നാൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് കട്ടിലിൽ കിടന്ന് മരിച്ച വ്യക്തിയാണ്. അയാൾക്ക് മുമ്പ് ഒരു വർഷത്തിനു മുമ്പ് മരിച്ച് ഷഹീദായ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് മരിച്ചു പോയ ആ വ്യക്തിയേക്കാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചത് രണ്ടാമത് യുദ്ധത്തിൽ പങ്കെടുക്കാതെ തൻ്റെ ബെഡിൽ കിടന്ന് മരിച്ച വ്യക്തിയാണ് സ്വർഗത്തിൽ പോയത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോ ഫഖാല അലൈസ ഖദ് മഖസ ഹാദാ ബഅദഹു സന, ഈ ആദ്യം മരിച്ച മനുഷ്യന് ശേഷം ഒരു വർഷം ജീവിക്കാനുള്ള ആയുസ് രണ്ടാമത്തെ വ്യക്തിക്ക് കിട്ടിയില്ലേ എന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചത്. കാലു, അപ്പോൾ അവർ പറഞ്ഞു ബല, അതേ പ്രവാചകരെ. വ അദ്റക റമദാന ഫസാമഹു, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും സ്വഹാബത്തിനോട് ചോദിച്ചു, എങ്കിൽ രണ്ടാമത് മരിച്ച ആ മനുഷ്യന് ഒരു റമദാനിൽ ജീവിക്കാനുള്ള ആയുസ് കിട്ടിയില്ലേ? ഫസാമഹു, എന്നിട്ട് അയാൾ റമദാനിൽ നോമ്പ് നോറ്റില്ലേ? കാലു, അങ്ങനെ സ്വഹാബാക്കൾ പറഞ്ഞു ബല യാ റസൂലല്ലാഹ്, അതേ പ്രവാചകരെ. രണ്ടാമത് ആയുസ് കിട്ടിയ ആ മനുഷ്യന് ഒരു വർഷവും കൂടി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് റംദാൻ കിട്ടി. അദ്ദേഹത്തിന് റംദാനിൽ നോമ്പ് നോൽക്കാനുള്ള തൗഫീക്ക് കിട്ടി. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തൗഫീക്ക് കിട്ടി മരിച്ചത് കൊണ്ട്, ആ റമദാനിൽ ആ വ്യക്തിക്ക് ജീവിക്കാനുള്ള ആയുസ് ലഭിച്ചത് കൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ജിഹാദ് ഷഹീദായ മനുഷ്യനേക്കാൾ മുമ്പ് രണ്ടാമത് മരിച്ചുപോയ വ്യക്തിയെ ആദ്യം സ്വർഗത്തിൽ കടക്കാനുള്ള കാരണമാക്കി തീർത്തതെന്നാണ്. പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റമദാനിൽ ആയുസ് നീട്ടിക്കിട്ടുക എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. അള്ളാഹു എല്ലാവർക്കും നൽകാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും സമ്മാനിക്കാത്ത വലിയൊരു നിഅമത്താണ്, വലിയൊരു സൗഭാഗ്യമാണ്, വലിയൊരു തൗഫീഖാണ് റമദാനിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ട് ആ റമദാനിൽ അയാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെയുള്ള ജീവിതം അയാൾക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ് ഇയാൾക്ക് റമദാനിനെ കാണാൻ സാധിച്ചതെങ്കിൽ, മറ്റു മാസങ്ങളിൽ എന്താണോ അയാൾ പ്രവർത്തിച്ചത്, എന്താണോ പറഞ്ഞത്, എന്താണോ സംസാരിച്ചത്, അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതമാണ് നമുക്ക് റമദാനിലും ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ നമ്മൾ പേടിക്കണം. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരക്കാരെ കുറിച്ച് പറഞ്ഞ ഒരു വലിയ താക്കീതുണ്ട്. ഒരിക്കൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്.
അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ബുഖാരി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് 3 പ്രാവശ്യം ആമീൻ 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 എന്ന് പറഞ്ഞു. ആ ഹദീസ് ഇങ്ങനെയാണ്: റഹീമ അൻഫു അബ്ദ്, ഒരു മനുഷ്യൻ, ഒരു അടിമ, അവൻ നശിക്കട്ടെ. അദറക അബവൈഹി ഔ അഹദുഹുമാ ലം യുദ്ഖിലുഹുൽ ജന്ന, അയാൾക്ക് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ആ മാതാപിതാക്കൾ ഇയാളുടെ കൂടെയായിരുന്നു. എന്നിട്ടും ആ മാതാപിതാക്കൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ പോകാനുള്ള അവസരം ലഭിച്ചിട്ട് ആ മനുഷ്യനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിച്ചില്ല. അങ്ങനെ ആയതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറിയിട്ട് ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആമീൻ പറഞ്ഞതെന്ന് സ്വഹാബിമാർ ചോദിച്ചപ്പോൾ അതിന് ഉത്തരമാണ് കൊടുത്തത്. ഒരു മനുഷ്യനിക്ക് മാതാപിതാക്കൾ ഉണ്ടായിട്ട്, വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട്, അവരെ സംരക്ഷിക്കാനുള്ള അവസരവും ആയുസ്സും ഒക്കെ ലഭിച്ചിട്ട് അത് ഉപയോഗപ്പെടാതെ മരിച്ചുപോയ മനുഷ്യൻ അവൻ നശിക്കട്ടെ എന്നാണ്. അത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഖുൽതു ആമീൻ, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ വ്യക്തി, അയാൾക്ക് റമദാൻ സമാഗതമായി. അയാൾക്ക് റമദാൻ ജീവിക്കാനുള്ള ആയുസ്സും അവസരവും ആരോഗ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് നൽകി. പക്ഷേ അയാള് ആ റമദാൻ മാസത്തെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല. അയാൾ മറ്റു മാസങ്ങളെ പോലെ ഈ റമദാനെ കാണുകയും താന്തോന്നിയായി ജീവിക്കുകയും എല്ലാവരും നോമ്പ് നോൽക്കുന്നു, ആ നിലയിൽ അയാളും നോമ്പ് നോൽക്കി. ഖുർആനുമായിട്ടോ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള ഒരു ജീവിതമോ അതൊന്നും അയാൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഒരു മാറ്റവും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചില്ല. റംസാൻ വന്നു, റംസാൻ കടന്നുപോയി. അയാൾ ചെയ്തു കൂട്ടിയ പാപങ്ങളൊന്നും റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തില്ല. അങ്ങനെ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഈ മനുഷ്യൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചില്ല. ദിക്റുകൾ ഉണ്ടായിരുന്നില്ല, തൗബയുണ്ടായിരുന്നില്ല, ഒരു അമൽ സ്വാലിഹാത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ കൂളായി റമദാൻ മാസത്തിൽ ജീവിക്കുകയും അങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെയുള്ള മനുഷ്യൻ നശിക്കട്ടെ എന്ന് മലക്ക് ജിബ്രീൽ പറഞ്ഞപ്പോൾ അലൈഹിസ്സലാം ഞാൻ ആമീൻ പറഞ്ഞതാണ്. മൂന്നാമത്തെ വ്യക്തി എന്നെക്കുറിച്ച്, പ്രവാചകനെ കുറിച്ച് ഒരു സദസ്സിൽ പറഞ്ഞു കേട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. അങ്ങനെ സ്വലാത്ത് ചൊല്ലാതെ മരിച്ചുപോയ മനുഷ്യൻ, അയാളുടെ മേലിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നാശം ഉണ്ടാകട്ടെ, അവ നശിക്കട്ടെ എന്ന് മലക്ക് ജിബ്രീൽ പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ എന്ന് പറയുകയും ചെയ്തു. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, ഈ ഒരു സംഭവം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നാം റംസാനിനെ വരവേൽക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒന്നുമാകാതെ, അള്ളാഹുവിന്റെ ശാപം കിട്ടാതെ, പാപങ്ങളൊന്നും പൊറുക്കപ്പെടാതെ, ഈ ദീനിനോട് ഒരു പ്രത്യേക ഇഷ്ടമില്ലാതെ, റംസാനിനോട് ഒരു പ്രത്യേക സ്നേഹമില്ലാതെ, റംസാൻ വന്നാൽ പോലും അതിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകാതിരിക്കാൻ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുവരെക്കും കഴിഞ്ഞു പോയ റമദാനിനെ അപേക്ഷിച്ച് ഇനിയൊരു റമദാൻ ഇല്ല എന്നുള്ള ഉറപ്പോടു കൂടി വളരെ ആത്മാർത്ഥമായി, ക്രിയാത്മകമായി, സജീവമായി, വളരെ ഭംഗിയോടെ, വളരെ ഇഖ്ലാസോടുകൂടി, തഖ്വയോടുകൂടി നമുക്ക് റമദാനിനെ എങ്ങനെ വരവേറ്റ് എങ്ങനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റാം എന്നതിനെ സംബന്ധിച്ചുള്ള ചില ആലോചനകൾ ഈ ഒരു സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ റമദാനിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരുക്കത്തിൽ ഏറ്റവും പ്രധാനമായത് പ്രാർത്ഥന നടത്തിക്കൊണ്ട്, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കണം. കാരണം പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ പറ്റിയ ഏറ്റവും ശക്തമായ ആയുധം. പ്രാർത്ഥന ഇല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരിക്കലും പരിഗണിക്കില്ല. പക്ഷെ ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ കുൽ മാ യഅബൂ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് വിലയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടാവുക? നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പരിഗണിക്കാൻ പോകുന്നില്ല എന്നാണ്
സൂറ ഫുർഖാനിലെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിനോട് ചോദിക്കാത്തവരോട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത മനുഷ്യന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കോപിക്കുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതിനു വേണ്ടി ഒരുങ്ങുമ്പോൾ പ്രാർത്ഥനാ മനസ്സോടുകൂടി ഒരുങ്ങുക എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഈ നോമ്പിനെ കുറിച്ച് പറയുന്ന ആയത്തിൽ അള്ളാഹ് പറയുന്ന ഒരു കാര്യമുണ്ട്. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി. പ്രവാചകരെ, എന്റെ അടിമ എന്നെക്കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയണം, ഫഇന്നി ഖരീബുൻ, ഞാൻ വലിയ അകലത്തൊന്നുമല്ല, ഖരീബാണ്, ഞാൻ വളരെ സമീപസ്ഥനാണ്, അവരുടെ വളരെ അടുത്താണ് ഞാൻ നിൽക്കുന്നു എന്ന് അവരോട് പറയുക. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദഅാനി, എന്നോട് ആര് പ്രാർത്ഥിക്കുന്നുവോ അവന്റെ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഫലസ്തജീബൂലി, അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. ഉത്തരം നൽകുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകള്, അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ചിട്ടുള്ള ജീവിതം, അതെല്ലാം അവർ ജീവിതത്തിൽ മുറുകെ പിടിക്കട്ടെ. വൽ യുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ നേർമാർഗം പ്രാപിച്ചേക്കാം. സൂറ ബഖറയിലെ 186 ആയത്താണ്. അപ്പോൾ പ്രാർത്ഥന മനസ്സോടു കൂടി, അള്ളാഹുവെ, ഈ റമദാനിൽ എനിക്ക് സജീവമായി നോമ്പ് പിടിക്കാൻ, എനിക്ക് ആത്മാർത്ഥമായി ഖുർആൻ പാരായണം ചെയ്യാൻ, അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും എനിക്ക് ഖത്തം ഓതാനുള്ള തൗഫീഖ് അള്ളാഹു നൽകണേ എന്നുള്ള ഒരു പ്രാർത്ഥന മനസ്സോടു കൂടി, പ്രിയമുള്ളവരെ, ഈ റമദാനിനെ നമുക്ക് സ്വാഗതം ചെയ്യുവാൻ സാധിക്കണം. രണ്ടാമതായി, ഈ റമദാനിൽ അമലുകൾ ചെയ്യാനുള്ള തൗഫീഖാണ് നമുക്ക് ലഭിക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. പലപ്പോഴും നമുക്കൊക്കെ ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, റമദാൻ മാസം വന്നാൽ 2 ദിവസം, 3, 4, 5, മാക്സിമം 10, 15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും തളർന്നു പോവുകയാണ്. നമുക്കൊക്കെ ആദ്യമുണ്ടായ ഒരു ആവേശം, റമദാനോടുള്ള സ്നേഹം, ഒരിഷ്ടം, ഒരു മമത, ഒരു സൗന്ദര്യം, അതൊന്നും നമുക്ക് ഒരു 10, 15 കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടാറില്ല. 10 ദിവസം, ഒരു 12 ദിവസം, അത് കഴിഞ്ഞ് നമ്മുടെ ആക്ടിവിസ്, നമ്മുടെ ആ ഒരു ആവേശം പലപ്പോഴും കെട്ടുപോവുകയാണ്. രണ്ടാമത്തെ ആഴ്ച കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പർച്ചേസിന്റെ സമയമാണ്. പിന്നെ പർച്ചേസ് കടകളിലൊക്കെ തെണ്ടിത്തിരിഞ്ഞ് ഓഫറുകളെല്ലാം അന്വേഷിച്ച് നോമ്പുകാരനാണെന്ന് പോലും കരുതാത്ത രൂപത്തിലുള്ള പർച്ചേസിന്റെ തിരക്കാണ്. മൂന്നാമത്തെ ആഴ്ച വരുമ്പോഴേക്കും പെരുന്നാൾക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കണം എന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ് ആണ്. അപ്പൊ ആദ്യത്തെ 10 അങ്ങനെ ഒരു രസകരമായി പോവുകയും, രണ്ടാമത്തെ 10 ഇങ്ങനെ പോവുകയും, മൂന്നാമത്തെ 10 തികച്ചും ഒഫലത്തിന്റെ രൂപത്തിലായി മാറുകയും ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല ആ റമദാനിൽ അവന് സജീവമായി അമൽ ചെയ്യാനുള്ള തൗഫീക്ക് കൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്ക് റബ്ബിനോട് തൗഫീക്കിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇങ്ങനെ ഒന്നും നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് എല്ലാ നമസ്കാര ശേഷവും ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുത്ത അതിശക്തമായ, വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ, അള്ളാഹുവേ, അള്ളാഹുവിനോടാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ്. ഇബാദത്തൊക്കെയും അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. അമലു സ്വാലിഹത്തൊക്കെയും നമ്മൾ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ്. ആ റബ്ബിനോടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി ചോദിക്കുന്നത്. എങ്ങനെയാണ് പ്രാർത്ഥന? അള്ളാഹുമ്മ, അള്ളാഹുവേ, അഅ്നി, എന്നെ നീ സഹായിക്കണം, എന്നെ നീ ഹെൽപ്പാക്കണം. അള്ളാഹുവേ, എന്തിനാണ് അള്ളാഹു നമ്മളെ സഹായിക്കേണ്ടത്? അലാ ദിക്രിക വശുക്രിക വഹുസ്ന ഇബാദതിക. അള്ളാഹുവേ, നിന്നെ ഓർക്കാൻ, നിനക്ക് ദിക്റെടുക്കാൻ, നിന്നെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു നിമിഷം പോലും, ഒരു നിമിഷം പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ ഇല്ലാത്ത ഒരു സന്ദർഭം
നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു വരാൻ പാടില്ല. അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, പിന്നെ നമ്മൾ ആടി ഒലയുന്ന ഒരു വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന ആളുകളെ പോലെയായി മാറും. മഹാസമുദ്രത്തിൽ, വളരെ വലിയ തിരമാലകൾ അടിച്ചു വീശുന്ന ഒരു സമുദ്രത്തിൽ രാത്രിയിൽ ഒറ്റക്ക് വിജനമായി ഒരു നടുക്കടലിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും പ്രിയമുള്ളവരെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ കൽവിൽ നിന്ന്, നമ്മുടെ ചിന്തയിൽ നിന്ന്, നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. അതുകൊണ്ട് അള്ളാഹുവെ അവന്നെ, എന്നെ നീ സഹായിക്കണം, അലാ ദിക്രിക വശുക്രിക വഹുസ്ന ഇബാദത്തിക, നിന്നെ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് പടച്ചവനെ നിന്നോട് നന്ദി കാണിക്കുവാനും വഹുസ്ന ഇബാദത്തിക, നിനക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അതെല്ലാം അള്ളാഹുവെ നന്നാക്കാനും പടച്ചവനെ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള ആത്മാർത്ഥമായ തൗഫീക്കിന് വേണ്ടിയുള്ള ദുആ നമ്മുടെ നാവിൽ നിന്നും എപ്പോഴും ഉണ്ടായിരിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിലെ 127-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹത്തായ കർമ്മമാണ് ആ പ്രവാചകൻ ചെയ്തത്. കാബ പണിതു. സഹായിക്കാനായി മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ശ്രേഷ്ഠമായ, ഉത്കൃഷ്ടമായ, അതി മനോഹരമായ ഒരു കർമ്മം, ഒരു അമലു സ്വാലിഹാത്ത്, കാബ പണിയുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചതിന് ശേഷം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. അൽ ബഖറയിലെ 127-ാമത്തെ ആയത്താണ്. റബ്ബന, ഞങ്ങളെ റബ്ബേ, തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ, ഇന്നക അന്ത സമീഉൽ അലീം, തീർച്ചയായിട്ടും നീ സമീ ആണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, നീ എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് രണ്ടാമതായി ഉണ്ടാകേണ്ടത് തൗഫീക്ക് കിട്ടാനുള്ള പ്രാർത്ഥനയാണ്. ആദ്യത്തേതോ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള പ്രാർത്ഥന. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് ഈ റമദാനിൽ നമ്മുടെ നീയത്ത് നന്നാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാരണം നീയത്ത് അനുസരിച്ചിട്ടാ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല തിട്ടപ്പെടുത്തി കണക്കാക്കി പ്രതിഫലം നൽകുന്നത്. എല്ലാറ്റിലും നമുക്ക് നീയത്ത് ഉണ്ടായിരിക്കണം. അള്ളാഹുവേ, ഈ റമദാനിൽ എനിക്ക് നീ ആയുസ് നീട്ടിത്തന്നാൽ പഠിച്ചവനെ ഞാൻ കൂടുതൽ നന്മകൾ ചെയ്യാം എന്ന നിയ്യത്ത് നമുക്കുണ്ടായിരിക്കണം. അള്ളാഹുവെ, കൂടുതൽ ഇഖ്ലാസോടുകൂടി ഞാൻ നോമ്പനുഷ്ഠിക്കാം. അള്ളാഹുവെ പഠിച്ചവനെ, ഖുർആനുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ നന്നാക്കും തമ്പുരാനെ. അള്ളാഹുവെ, ഞാൻ ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും. അള്ളാഹുവെ, ഇസ്ലാമികമായ വിജ്ഞാനം നേടുന്ന കാര്യത്തിൽ ഞാൻ അതീവമായി പരിശ്രമിക്കും. അള്ളാഹുവെ പടച്ചവനെ, എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലുള്ള സ്വതക്ക മനസ്തൃപ്തിയോടുകൂടി, മനസ്സറിഞ്ഞുകൊണ്ട് സംതൃപ്തിയോടുകൂടി തമ്പുരാനെ ഞാൻ നൽകും. അള്ളാഹുവെ പടച്ചവനെ, എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാവിധത്തിലുമുള്ള മോശം സ്വഭാവങ്ങളിൽ നിന്നും ഞാൻ വിട പറഞ്ഞ്, ഞാൻ അതിനോടൊക്കെ മഅസ്സലാം പറഞ്ഞ് നല്ല ഒരു മനസ്സോടുകൂടി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പഠിച്ചവനെ ഞാൻ ഈ റമദാൻ മാസത്തിൽ ജീവിക്കും അല്ലാഹുവേ എന്ന ഒരു നിയ്യത്ത് നമുക്ക് മൂന്നാമതായി ഉണ്ടായിരിക്കണം. കാരണം ഒരാൾക്ക് നിയ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, സൽക്കർമ്മം ചെയ്തിട്ടില്ല, റംസാനിലേക്ക് നാം പ്രവേശിച്ചിട്ടില്ല, പക്ഷെ പ്രവേശിക്കും മുമ്പ് തന്നെ ഉണ്ട് എങ്കിൽ, നിയ്യത്ത് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ സാധിക്കുന്നുവെങ്കിൽ, ആ റമദാൻ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആ പ്രവേശിച്ചത് പോലെയുള്ള പ്രതിഫലം നൽകുമെന്നാണ് ഇസ്ലാം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാൻ നമുക്ക്, മൻ ഹമ്മ ബി ഹസനത്തിൻ, ഒരാള് ഒരു ഹസനത്ത്, ഒരു നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, അവൻ ഉദ്ദേശിച്ചു, ഫലം യഅമൽഹ, പക്ഷെ അയാൾ ചെയ്തിട്ടില്ല, അയാൾക്ക് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ കുത്തിബത്തിലോ ഹസന, അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ പോലും അയാൾക്ക് ഒരു നന്മയുടെ പ്രതിഫലമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. വമൻ ഹമ്മ ബി ഹസനത്തിൻ ഫഅമിലഹ കുതിബത് ലഹു അശറൻ ഇലാ 700. ഒരാൾ നന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, റംസാനിൽ നന്മ ചെയ്യണമെന്ന് തീരുമാനിച്ചു,
റംദാനിൽ ജീവിക്കാനുള്ള ആയുസ് കിട്ടി, അയാൾ നന്മ ചെയ്തു എങ്കിൽ അയാൾക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടുമെന്നാണ് പറയുന്നത്. ആദ്യത്തെ എങ്ങനെയാണത്? ഉദ്ദേശിച്ചു, ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ റംദാനിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചു, പക്ഷെ ആയുസ് കിട്ടിയിട്ടില്ല എങ്കിലോ ആ ഉദ്ദേശിച്ചത് നമുക്ക് എന്തുണ്ടാവും? പ്രതിഫലം ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ, നോമ്പ് തുറപ്പിക്കലിന്റെ, സ്വതക്ക കൊടുത്തതിന്റെ എന്തൊക്കെ വിഷയത്തിലാണോ ആ റംദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിനൊക്കെ പ്രതിഫലമായി നമുക്ക് ലഭിക്കും. കാരണം നമുക്ക് നിയ്യത്തുണ്ടായിരുന്നു. ഇനിയോ വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരാള് ഒരു തെറ്റ് ചെയ്യാൻ, മോശമായ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, ഫലം യഅമൽഹാ, പക്ഷെ അയാൾ എന്ത് ചെയ്തില്ല? അയാൾ ചെയ്തില്ല എന്നാലോ ലം തുക്തബ് വഇൻ അമിൽഹാ കുതിബത്, അയാൾ ചെയ്തിട്ടില്ല എങ്കിൽ അയാൾക്ക് ചെയ്തിട്ടില്ല എന്നതിന്റെ പേരിൽ അയാൾക്ക് അതിന് ശിക്ഷ രേഖപ്പെടുത്തുകയില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാലോ അയാൾക്ക് ഒരു തിന്മ രേഖപ്പെടുത്തും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, തീർച്ചയായിട്ടും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടുന്നത് അവൻ ഉദ്ദേശിക്കുന്ന നിയ്യത്തനുസരിച്ചിട്ടാണ്. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോ മനുഷ്യനും എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശത്തിനനുസരിച്ചിട്ട് അവർക്ക് പ്രതിഫലം കിട്ടും. അപ്പൊ മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നിയ്യത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പറഞ്ഞ മാസത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ അള്ളാഹുവെ ഞാൻ ഇന്നിന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന ഒരു നിയ്യത്ത് ഇപ്പോൾ കാലെ കൂട്ടി തന്നെ നമ്മുടെ മനസ്സിൽ ആത്മാർത്ഥമായി നാം ഒരുക്കി വെക്കണം. സഹോദരന്മാർ, പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇത്ര സന്തോഷം വരാനുള്ള കാരണം? നമ്മൾ ആലോചിക്കേണ്ടതാണല്ലോ. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് എന്താണ് നമുക്ക് ഈ ഒരു റംദാൻ കേൾക്കുമ്പോൾ ഇത്രമാത്രം ആനന്ദം, ഇത്രമാത്രം ആഹ്ലാദം, ഇത്രമാത്രം റബ്ബിനോട് നമുക്ക് അടുക്കണമെന്നുള്ള അമിതമായ ചിന്തയും ആവേശവും സന്തോഷവും ഒക്കെ വരാനുള്ള കാരണം എന്താണ്? 2 കാരണമാണ് നമുക്കുണ്ടാകേണ്ടത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഒന്നാമത്തെ കാരണം, ഈ ജീവിതം എന്ന് പറയുന്നത് ശാശ്വതമല്ല. കുറെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ജനിച്ചു, ജീവിച്ചു, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? മരണപ്പെട്ടു പോവുകയും ചെയ്യും. ആ മരണപ്പെട്ട് നാളെ പരലോകത്തിൽ ചെല്ലുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ റംദാനിനെ ഇത്രമാത്രം നമുക്ക് മനോഹരമാക്കുവാൻ സാധിക്കുന്നത്. രണ്ടാമത്തേത്, ജീവിക്കുന്ന കാലം അത്രയും ഇവിടെ അള്ളാഹു നമുക്ക് നൽകിയ ആയുസ് അതെത്രയാണോ അത്രയും നമുക്ക് സന്തോഷകരവും സമാധാനപൂർണവുമായ ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശവും കൂടിയാണ് യഥാർത്ഥത്തിൽ റംദാനിലൂടെ നമുക്ക് നേടുവാൻ സാധിക്കേണ്ടത്. ആര് എപ്പോ ചോദിച്ചാലും എന്താണ് ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം 2ആണ്. ഒന്ന്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കുക. രണ്ടാമത്തത്, ദുനിയാവിലുള്ള ജീവിതം, ആ ആയുസ് എത്രയാണെങ്കിലും ഇവിടെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ഉള്ളതിൽ തൃപ്തികരമായ ഒരു ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കുവാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശവും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം. അതിന് നമ്മൾ ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്ര നോമ്പുകാരാണ്, നമുക്ക് ഹദീസിലേക്ക് വരാം, എത്ര നോമ്പുകാരാണ്, എത്ര നമസ്കാരക്കാരാണ്, എത്ര ഇഫ്താർ നടത്തുന്ന ആൾക്കാരാണ്, പക്ഷെ അവർക്കൊന്നും ഈ ഒരു റംദാൻ മാസത്തിലുള്ള ഒരു ജീവിതം എന്ന നിലയിൽ അവർക്കൊന്നും അതിനെ കാണുവാൻ സാധിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ റംദാൻ വന്നു, എല്ലാവരും പ്രവേശിച്ചു, അങ്ങനെ ഞാനും പ്രവേശിച്ചു. റംദാനിൽ എനിക്കിങ്ങനെ നോമ്പ് നോൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ, മറ്റുള്ളവർ നോമ്പ് നോൽക്കുന്നവർ ഞാനും നോമ്പ് നോൽക്കുന്നില്ല എങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടു കൂടി റമദാനിനെ കാണുന്ന ആളുകളൊക്കെയുണ്ട്. ഒരു ആപ്തവാക്യം ഞാൻ ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. മല്ലം യഗ്രിഫ് സവാബൽ അഅ്മാൽ, ഈ കർമ്മങ്ങളുടെ പ്രതിഫലത്തെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ തഖുലത്ത് അലൈഹി ഫി ജമീൽ അഹ്വാൽ, തഖുലത്ത് അലൈഹി, അവനിക്ക് വളരെ പ്രയാസമായിരിക്കും, ഫി ജമീൽ അഹ്വാൽ, എല്ലാ സന്ദർഭത്തിലും അവന്റെ ജീവിതത്തിലെ മുഴുവൻ സാഹചര്യങ്ങളും അവന് ഒരു വലിയ പ്രയാസവും ഒരു വലിയ ബുദ്ധിമുട്ടായി മാറുന്നു. കർമ്മങ്ങളുടെ സവാബിനെ കുറിച്ച്, കർമ്മങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നോമ്പ് എന്ന കർമ്മത്തിലൂടെ നമുക്ക് എന്താണ് പ്രതിഫലം കിട്ടുന്നത്
എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. എന്തിനാ നോമ്പ് നോക്കുന്നത്? അതെല്ലാവരും നോമ്പ് നോക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതുകൊണ്ട് കുറെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഭൗതികമായ ബെനിഫിറ്റ് അല്ല, ഉഹ്റവിയായ പിന്നെ പാരത്രികമായ ചില ബെനിഫിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ നോമ്പ് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, മാമിൻ അബ്ദിൻ യസൂം യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാള് ഒരു നോമ്പ് നോറ്റു കഴിഞ്ഞാൽ ഇല്ലാ ബഅദല്ലാഹു ബിദാലിക, ആ നോമ്പ് മുഖേന അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ അകറ്റും, വജ്ഹഹു, അവന്റെ മുഖത്തെ, അനിന്നാരി 70 ഖരീഫ, 70 വർഷം. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ഹദീസാണ്. 70 വർഷത്തെ അകലത്തേക്ക് ആ മനുഷ്യനെ നരകത്തിൽ നിന്നും അവന്റെ മുഖത്തെ അകറ്റുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയാണത്? സ്വർഗത്തിൽ പ്രവേശിക്കാനാണ്, നരകത്തിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത്. മറ്റൊരു വിശ്വാസം പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ജഅലല്ലാഹു ബൈനഹു വബൈനൻ നാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാള് ഒരു നോമ്പ് നോറ്റു എങ്കിൽ അവന്റെയും നരകത്തിന്റെയും ഇടയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തീർക്കും ഖന്ദഖൻ, ഒരു കിടങ്ങുണ്ടാക്കി തീർക്കും, കമാ ബൈന സമായി വൽ അർദ്, ആകാശഭൂമിയോളം അകലം. എത്രമാത്രം അകലമുണ്ടോ ആകാശവും ഭൂമിയും, അത്രമാത്രം അകലമുള്ള ഒരു ഖന്ദക്ക് ഈ നോമ്പുകാരന്റെയും നരകത്തിന്റെയും ഇടയിൽ ഉണ്ടാക്കി തീർക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾ പഠിപ്പിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത വചനമാണ്. അത്രമാത്രം പ്രതിഫലം നിറഞ്ഞു നിൽക്കുന്ന അമൂല്യമായ ഒരു ഇബാദത്താണ് നോമ്പ് എന്ന് പറയുന്നത്. ഒരിക്കൽ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ചോദ്യം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ദുല്ലനി അലാ അമലിൻ, എനിക്കൊരു കർമ്മത്തെ പറ്റി അങ്ങ് പറഞ്ഞതാ, അദ്ഖുലു ബിഹി അൽ ജന്ന, ആ കർമ്മം ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കണം. അലൈക ബിസ്സൗം ലാ മിസ്ല ലഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പ് നോക്കുക, അതിനേക്കാളൊക്കെ പിന്നെ നോമ്പിനോട് തുല്യമായ ഒരു ഇബാദത്ത് തന്നെ ഇല്ല. അതുകൊണ്ട് നീ നോമ്പ് പിടിക്കുവാൻ വേണ്ടി ആ സ്വഹാബിയോട് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. 100% അത് രഹസ്യമാണ് നോമ്പ് എന്ന് പറയുന്നത്. ഒരാൾക്കും അറിയില്ല. ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്കാർക്കും, നോമ്പാണെങ്കിൽ പോലും എത്ര പേർ നോമ്പ് രഹസ്യമായി മുറിച്ചാൽ പോലും, വീട്ടിലുള്ള ഭാര്യ നോമ്പ് പിടിച്ചാൽ രഹസ്യമായി അവർ നോമ്പ് വിട്ടിക്ക് അതിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഭർത്താവിന് പോലും അറിയാൻ സാധിക്കില്ല. അത്രമാത്രം രഹസ്യമാണ് നോമ്പ് എന്ന് പറയുന്ന അമൂല്യമായ ഇബാദത്ത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാൻ നമുക്ക്, ഖുദ്സി ഹദീസാണത്, അസ്സൗമു ലി വ അന അജ്സി ബിഹി, നോമ്പ് എന്ന് പറയുന്നത് അത് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിനുള്ളതാണ്. പക്ഷെ നോമ്പിനെ മാത്രം അള്ളാഹുലേക്ക് ചേർത്തി പറയാനുള്ള കാരണം, അവന്റെ ഷഹ്വത്ത്, അവന്റെ മനസ്സിൽ അവന് തോന്നുന്ന വികാരങ്ങളും വിചാരങ്ങളും അവന്റെ ആഗ്രഹങ്ങളും അതെല്ലാം അവൻ ഉപേക്ഷിച്ചത്, ആര് കണ്ടാലും അള്ളാഹു കാണുന്നുണ്ട് എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അവൻ ഭക്ഷണം ഒഴിവാക്കിയതും അവൻ ജലപാനീയങ്ങൾ അവൻ ഒഴിവാക്കിയതും മിൻ അജിലി, എന്റെ കാരണം കൊണ്ടാണ്, എനിക്ക് വേണ്ടിയാണ്, ഞാനാണ് പ്രതിഫലം നൽകുന്നത്, ഞാനാണ് അതെല്ലാം കാണുന്നതെന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് അവൻ എനിക്ക് വേണ്ടി നോമ്പ് നോറ്റത്. അതുകൊണ്ട് മറ്റു ഇബാദത്തുകളെ അള്ളാഹുലേക്ക് ചേർത്തി പറയാതെ നോമ്പിനെ മാത്രം അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ ഇത്രമാത്രം ഗൗരവമുള്ള, ഇത്രമാത്രം അതിപ്രാധാന്യമുള്ള ഒരു കർമ്മമായതുകൊണ്ട് തന്നെയാണത്. കാണാൻ നമുക്ക് മറ്റൊരു ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, റുബ്ബസ്വായിൽ, എത്ര നോമ്പുകാരനുണ്ട്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജുഅ, എന്താണ് ആ നോമ്പ് കൊണ്ട് പ്രതിഫലം ഉണ്ടായത്? ഒരു ഫായിദയുമില്ല, ഒരു പ്രതിഫലവും കിട്ടിയിട്ടില്ല, ഇല്ലൽ ജുഅ, വിശപ്പില്ലാതെ. രാവിലെ സുബൈക്ക് ഭക്ഷണം കഴിച്ചു, അവസാനിപ്പിച്ചു, മഗ്‌രിബായി കഴിഞ്ഞാൽ അവൻ എന്താക്കി, കുറച്ച് വെള്ളം കുടിച്ചു നോമ്പ് നോറ്റു, അതിനിടക്ക് പട്ടിണി കിടന്നു. ആ പട്ടിണി മാത്രമാണ് അവനിക്കുണ്ടായത്. അവന്റെ പ്രവർത്തനങ്ങൾ, അവന്റെ ചിന്ത, അവന്റെ നോട്ടം, അവന്റെ വികാരങ്ങള്, അവന്റെ വിചാരങ്ങള്, അവൻ ഒന്നിനെയും നിയന്ത്രിക്കാൻ സാധിച്ചില്ല. വെറും പട്ടിണിക്കാരനായി റംദാൻ മാസത്തിൽ ജീവിക്കുന്ന എത്രമാത്രം ആൾക്കാരുണ്ട്. എത്രയോ തറാവീഹ്,
എത്രയോ രാത്രി നമസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ലൈസ ലഹു മിൻ ഖിയാമി ഇല്ല സഹർ. ഒരു ഫായതയുമില്ല. വെറുതെ രാത്രി പള്ളിയിലേക്ക് പോയി ജമാഅത്തായി നമസ്കരിച്ചു. അങ്ങനെ ഉണ്ടല്ലോ, ഫാമിലി സഹിതമൊക്കെ മാഷാ അല്ലാഹ് അങ്ങനെയൊക്കെ പോകണം നമ്മൾ, സൗകര്യമുള്ള പള്ളികളിലൊക്കെ. അങ്ങനെ പോയി നിസ്കരിച്ചു, വീട്ടിലേക്ക് വന്നു, അത്താഴം കഴിച്ച് കിടന്നുറങ്ങി, പിന്നെയോ മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു, നോമ്പ് തോറ്റു. പക്ഷേ ആ നോമ്പിൽ പാലിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു മര്യാദയും ഒരു സംസ്കാരവും, ഞാൻ ഈ പറഞ്ഞ കണ്ണിനെയോ നാവിനെയോ കേൾവിയെയോ ചിന്തയോ ഒന്നിനെയും നിയന്ത്രിക്കാതെ വെറുതെ നോമ്പ് നോറ്റ് പള്ളിയിൽ പോയി രാത്രി നമസ്കരിച്ച എത്ര ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് എന്ത് നഷ്ടമായി? ഒന്നും കിട്ടിയിട്ടില്ല. അവർക്ക് നഷ്ടമായി ഏതുമാത്രം? അവർക്ക് ഉറക്കമൊഴിച്ചു എന്നല്ലാതെ അവന്റെ ജീവിതത്തിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മഹാനായ ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്ന മനോഹരമായ ഒരു വാക്കുണ്ട്. ഒരു മനുഷ്യന്റെ അവയവങ്ങൾക്കും റമദാനിലും അല്ലാത്ത മാസങ്ങളിലും നോമ്പ് നിർബന്ധമാണ്, അനിവാര്യമാണ്. ഒരു മനുഷ്യന്റെ മുഴുവൻ അവയവങ്ങൾ, കണ്ണിനും കാതിനും അതുപോലെ തന്നെ നാവിനും ഒക്കെ, എല്ലാത്തിനും റമദാൻ മാസത്തിലും അല്ലാത്ത മാസങ്ങളിലും നോമ്പ് വേണമെന്നാ പറഞ്ഞത്. നമ്മൾ സാധാരണ നോമ്പ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കലാണ് അല്ല. മനുഷ്യന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ് വേണം എന്ന് അദ്ദേഹം പറയുകയാണ്. സൗമുൽ ലിസാൻ, നാവിന്റെ നോമ്പ് എന്ന് പറയുന്നത് എന്താണത്? അള്ളാഹുവിന്റെ സ്മരണ ഉണർത്താത്ത വാക്കുകൾ ഉപേക്ഷിക്കലാണ്. സംസാരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത വാക്കുകൾ അത് ഉപേക്ഷിക്കലാണ്. അള്ളാഹ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ദിക്റില്ലാത്ത മനസ്സ്. എന്ത് പറഞ്ഞാലും അള്ളാഹിനെ സംബന്ധിച്ച് ചിന്തയില്ല. അള്ളാഹിനെ മറക്കുമ്പോഴാണല്ലോ നമ്മുടെ നാവിലൂടെ പല മോശമായ വാക്കുകളും വന്നു പോകുന്നത്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത വർത്തമാനങ്ങളാണ്. നമ്മുടെ കേൾവിക്ക് നോമ്പുണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾക്കുവാൻ അനുവദിച്ചിട്ടില്ലാത്ത അനാവശ്യ കാര്യങ്ങൾ കേൾക്കാതിരിക്കലാണ്. അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെവിക്കെന്തില്ല? നോമ്പില്ല. അനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുമ്പോൾ മാത്രമാണ് ചെവിക്ക് നോമ്പുണ്ടാകുന്നത്. അപ്പൊ റമദാൻ മാസത്തിലും അല്ലാത്ത മാസങ്ങളിലും ചെവിക്ക് നോമ്പുണ്ടാകണം. വസിയാമുൽ ഐൻ, കണ്ണുകൾക്ക് നോമ്പുണ്ടാകണം. അതെങ്ങനെയാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നൊക്കെ കാഴ്ചയെ ഒഴിവാക്കുകയും വേണ്ടാത്തതിലൊക്കെയും അവന്റെ ദൃഷ്ടി പതിപ്പിക്കാതിരിക്കലുമാണ് കണ്ണിന്റെ നോമ്പ് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വേറെ ഹദീസിൽ കാണുവാൻ സാധിക്കും, വലിസ്വായിം ഫർഹത്താൻ, നോമ്പുകാരൻ രണ്ട് സന്തോഷമുണ്ട് നോമ്പുകാരന്. ഫർഹത്തുൻ ഹീന യുഫ്തിറു വ ഫർഹത്തുൻ ഹീന യൽഖാ റബ്ബഹു. ഒന്നാമത്തെ സന്തോഷം ഒരു ഇറക്ക് വെള്ളം, സുബഹി മുതൽ മഗ്‌രിബ് വരെ പട്ടിണി കിടന്ന മനുഷ്യൻ ഒരു ഇറക്ക് വെള്ളം അവന്റെ വയറ്റിലേക്ക് ഇറക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാവുന്ന അതിഭയങ്കരമായ ഒരു സന്തോഷം, ആ ദുനിയാവിൽ കിട്ടുന്ന സന്തോഷമാണ്. രണ്ടാമത്തെ സന്തോഷം അതാണ് നമ്മളെ കാത്തിരിക്കുന്നത്. ഒരു നോമ്പുകാരനെ പ്രതീക്ഷിച്ചിരിക്കുന്നത് രണ്ടാമത്തെ സന്തോഷമാണ്. അതെപ്പോഴാണത്? അവനെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബുൽ ഇസ്സത്തിനെ നേർക്ക് നേരെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമാണ്. ആ സന്തോഷത്തിന്റെ സമയത്ത് നോമ്പ് പറയും, അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഇവൻ അവന്റെ ഇച്ഛകളെ, വികാരങ്ങളെ, വിചാരങ്ങളെ എല്ലാം നിയന്ത്രിച്ചു അല്ലാഹുവേ, അതുകൊണ്ട് അവനിക്ക് സ്വർഗം കൊടുക്കണമേ എന്ന് നോമ്പ് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. ഖുർആൻ പറയും, അല്ലാഹുവേ, നിന്നെ പാരായണം ചെയ്യാൻ വേണ്ടി രാത്രികാലങ്ങളിൽ എത്രയോ സമയം അവൻ ഉറക്കം ഒഴിവാക്കിയവനാണ് തമ്പുരാനെ, അതുകൊണ്ട് എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് നോമ്പ് കാലത്തും അല്ലാത്ത സമയത്തും ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി നോമ്പ് നമുക്ക് വേണ്ടി വാദിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും. നോക്കുന്ന എത്രയോ സുന്ദരമായ ഹദീസുകളാണ് പ്രിയമുള്ളവരെ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. നോമ്പുകാരന്റെ വായയുടെ വാസന അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും സുന്ദരമായ വാസനയാണ്. മിൻ റീഹിൽ മിസ്ക്, മിസ്കിനേക്കാളൊക്കെ, കസ്തൂരിയേക്കാളൊക്കെ വളരെ സുന്ദരമായ വാസനയാണ് നോമ്പുകാരന്റെ വാസന അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഹദീസിൽ കാണുവാൻ സാധിക്കും. ഞാൻ നിർത്തുകയാണ്. കൂടുതലായി നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം അറിയാം.
നമ്മൾ കുറെ നോമ്പ് നോറ്റ ആളുകളാണ്. പക്ഷെ എല്ലാം അറിയാമെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഒരു ഓർമ്മപ്പെടുത്തൽ. ഫദക്കിർ ഫൈനൽ ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ ഖുർആൻ പറഞ്ഞുവല്ലോ. നീ ഓർമ്മിപ്പിക്കുക. കാരണം ദിക്ർ, ഓർമ്മപ്പെടുത്തൽ സത്യത്തിൽ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ ദുആ, തൗഫീക്കിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നിയ്യത്ത്, അതേപോലെ തന്നെ നോമ്പിന് റബ്ബ് സുബ്ഹാനഹു വ തആല തരാമെന്ന് പറഞ്ഞ പ്രതിഫലത്തെക്കുറിച്ചുള്ള വിചാരങ്ങൾ, അതിനെക്കുറിച്ചുള്ള അറിവുകൾ നാം നോമ്പുകാലം വരും മുമ്പേ തന്നെ ആത്മാർത്ഥമായി ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കണം. അവസാനിപ്പിക്കുന്നു. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് തീർക്കുകയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഫവായിദ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണത്. അൽ ഖൽബു യംറദു കമാ യംറദുൽ ബദൻ. കൽബ്, നമ്മുടെ ഹൃദയം, അതിന് രോഗം ബാധിക്കും. ഏതുപോലെ നമ്മുടെ ശരീരത്തിന് രോഗം ബാധിക്കുന്നത് പോലെ കൽബിന് രോഗം ബാധിക്കും, ഹൃദയത്തിന് അസുഖം ബാധിക്കും. വശിഫാഉഹു, ആ കൽബിന്റെ ഷിഫ, ആ കൽബിന് രോഗം ബാധിച്ചാൽ അതിനെ ചികിത്സിക്കേണ്ടത് ഫി തൗബത്തി, തൗബ ചെയ്തുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ഈ റമദാനിൽ നമ്മുടെ കൽബിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ, എല്ലാ പാപങ്ങളിൽ നിന്നും കൽബിനെ, എല്ലാ മലിനമായ പ്രവർത്തനങ്ങളിൽ നിന്നും കൽബിനെ ക്ലിയറായി വെക്കാൻ തൗബ, തൗബ വേണം. അതേപോലെ തന്നെ വയസ്ദഉ കമാ യസ്ദഉൽ മിർആത്ത്, ഈ കണ്ണാടിയുടെ ഗ്ലാസ്, കണ്ണാടി അതിന്റെ നിറം മങ്ങുന്നത് പോലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെയും നിറം മങ്ങും. വജലാഉഹു, ആ കണ്ണാടിയെ ഭംഗിയാക്കുന്നത്, അതിനെ സുന്ദരമാക്കി ആ മനുഷ്യന്റെ ഹൃദയത്തെ, അങ്ങനെ കണ്ണാടി പോലെ ഒരു മനുഷ്യന്റെ ഹൃദയം മങ്ങലേറ്റ് കഴിഞ്ഞാൽ ആ മങ്ങലേറ്റ ഹൃദയത്തെ തെളിവുള്ളതാക്കി മാറ്റേണ്ടത് ബിദ്ദിക്രി, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരത്തിലൂടെയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലൂടെയാണ്, ദിക്റിലൂടെയാണ് കൽബിനെ ശുദ്ധിയാക്കേണ്ടത്. ജസം, മനുഷ്യന്മാരുടെ ജസം, അവന്റെ ശരീരം, അവന്റെ ബോഡിക്ക് നഗ്നത ബാധിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിനും ഒരുതരം നഗ്നത ബാധിക്കും. വസീനത്തുഹു, ആ നഗ്നത ബാധിച്ച ഹൃദയത്തെ ഭംഗിയാക്കുന്നത് അത്തഖ്വ, തഖ്വ കൊണ്ടാണ്, ഭയഭക്തി കൊണ്ടാണ്. ഖുർആൻ നോമ്പ് നിർബന്ധമാക്കിയതിനെ പറ്റി പറഞ്ഞു, കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മുമ്പ് കാലത്ത് ജീവിച്ചവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മതാബോധം ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടിയാണ്. അപ്പൊ ഹൃദയത്തിന്റെ തെളിമ, അതിന്റെ നിറം മങ്ങും. ആ മങ്ങലേറ്റ ഹൃദയത്തെ നാം വൃത്തിയാക്കേണ്ടത് തഖ്വ, അള്ളാഹുവിനുള്ള അടിയുറച്ച ഈ ഭക്തിയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഉണ്ടാവും, ശരീരത്തിന് വിശപ്പ് അനുഭവിക്കും. വയലുമഉ, ശരീരത്തിന് ദാഹവും അനുഭവപ്പെടും. കമാ യജൂഉൽ ബദൻ, ഏതിന്, ശരീരത്തിന് വിശപ്പും ദാഹവും അനുഭവിക്കാൻ പറ്റുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനും ഈ വിശപ്പും ദാഹവും അനുഭവപ്പെടും. വതആമുഹു വശറാബുഹു, ആ സമയത്ത് ഹൃദയത്തിന്റെ ഭക്ഷണം, ഹൃദയത്തിന്റെ പാനീയം, അതിന്റെ വെള്ളം എന്ന് പറയുന്നത് അൽ മഅരിഫ, അറിവ് നേടലാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാക്കിയെടുക്കലാണ്, ഇസ്ലാമിനെ പറ്റിയുള്ള, ദീനിനെ പറ്റിയുള്ള ഇൽമ നേടിയെടുക്കലാണ്. വതവക്കൽ വൽ മഹബ്ബ, തന്റെ ജീവിതത്തെ അള്ളാഹുവിൽ തവക്കുലാക്കലാണ്. വൽ മഹബ്ബ, അള്ളാഹുവിനുള്ള അടിയുറച്ച, അള്ളാഹുവിനോട് മാത്രമുള്ള അടിയുറച്ച മഹബത്ത്, സ്നേഹമാണ്. അങ്ങനെയാണ് ഹൃദയത്തിന്റെ വിശപ്പും ഹൃദയത്തിന്റെ ദാഹവും ഒക്കെ ഒരു വിശ്വാസി മാറ്റിയെടുക്കേണ്ടത്. എല്ലാവർക്കും നല്ല കറകളഞ്ഞ ആത്മാർത്ഥമായ ഖലാസോടു കൂടിയുള്ള ഒരു റമദാനിലേക്ക് പ്രവേശിക്കാൻ പടച്ചതമ്പുരാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. ഇക്കഴിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ റമദാനുകളെ അപേക്ഷിച്ച് ഈ വരുന്ന റമദാൻ നമ്മുടെ ലൈഫിലെ ഏറ്റവും അവസാനത്തെ റമദാൻ എന്ന ആ ഒരു വിചാരത്തോടു കൂടി പ്രിയമുള്ളവരെ, ഈ റമദാനിനെ നമുക്ക് നോക്കി കാണുവാൻ സാധിക്കണം. റമദാൻ വളരെ മനോഹരമാണ്.
വളരെ ബ്യൂട്ടിയാണ്, വളരെ സൗന്ദര്യമുള്ളതാണ്. ഒരു വെറുപ്പും നമുക്കതിനോട് വേണ്ട, ഒരു പ്രയാസവും വേണ്ട. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും നല്ല സുഹൃത്ത്, നമ്മൾ ആലോചിച്ച് നോക്കൂ. നമുക്ക് ഏറ്റവും സ്നേഹമുള്ള, നമുക്ക് ഏറ്റവും വാത്സല്യമുള്ള, നമുക്ക് ഏറ്റവും പ്രിയമുള്ള, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല സുഹൃത്ത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണം പറയാം, നമ്മുടെയൊക്കെ വീട്ടില് രോഗിയായ മക്കളുണ്ടാകാം. നമ്മുടെയൊക്കെ വീട്ടില് പ്രായപൂർത്തിയായ, വിവാഹം കഴിക്കാൻ പ്രായമായിട്ടും അവരെ വിവാഹം കഴിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള എത്രയോ പാവങ്ങളായ മാതാപിതാക്കൾ ഉണ്ടാകാം. വാർദ്ധക്യം പ്രാപിച്ച് അങ്ങേയറ്റത്തെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, വാർദ്ധക്യമില്ലെങ്കിൽ തന്നെയും അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകാം. അല്ലെങ്കിൽ ഭാരിച്ച കടബാധ്യത ഒരിക്കലും വീട്ടാൻ പറ്റാത്ത രൂപത്തിലുള്ള ഭീമമായ തുക നമ്മുടെയൊക്കെ തലയുടെ മുകളിൽ വന്നിട്ട് അതെങ്ങനെ വീട്ടുമെന്നാലോചിച്ച് വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാകാം. ഈ പറയപ്പെട്ടവരുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇതെല്ലാം ഒരു ആശ്വാസം എന്ന നിലക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊരു സമാധാനമായിരിക്കും. കെട്ടിക്കാൻ പ്രായമായ മക്കളെ പെട്ടെന്ന് കെട്ടിച്ചയക്കാൻ പറ്റുന്നൊരു സാഹചര്യം, കടബാധ്യത, വലിയ കടബാധ്യത ഉണ്ടായിട്ട് പെട്ടെന്നത് വീട്ടാൻ പറ്റുന്ന സാഹചര്യം, രോഗമുണ്ടായിട്ട് പെട്ടെന്ന് അസുഖം മാറാൻ പറ്റുന്ന സാഹചര്യം, ഈ പറയപ്പെട്ട പ്രതിസന്ധികളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ തുറവി, ഒരാശ്വാസം നമുക്ക് ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സന്തോഷമാണോ അതിനേക്കാളൊക്കെ വലിയ സന്തോഷമായിരിക്കണം പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് പറഞ്ഞു വിടുന്ന ഈ നോമ്പിനെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികമായ സംതൃപ്തി. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഇതാ നിങ്ങൾക്കൊരു മാസം വരാനിരിക്കുന്നു. ആ മാസത്തിന്റെ പ്രത്യേകത എന്താണ്? മാസത്തിന്റെ പ്രത്യേകത, സ്വർഗത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും, നരകത്തിന്റെ വാതിലുകളെല്ലാം അടക്കപ്പെടും, ശൈത്താൻ, ജിന്ന് എല്ലാറ്റിനെയും റബ്ബ് സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടും. എന്നിട്ട് ചോദിക്കും, എന്നിട്ട് പറയും, യാ ബാഗിൽ ഖൈർ അഖ്ബിൽ, നന്മ ചെയ്യുന്നവനെ, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക. എന്നാൽ തിന്മയിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ അക്സ്തിർ, ഒന്ന് ചുരുക്ക്, ഒന്ന് കുറക്ക്. മനുഷ്യരെല്ലാവരും വന്നിട്ടുള്ളത് സ്വർഗത്തിൽ നിന്നാണ്. ആദം നബി അലൈഹി ഇസ്ലാമും ഹവ്വാ ബീവിയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്ന നമ്മുടെ മാതാവും നമ്മുടെ പിതാവുമാണ്. നമുക്ക് തിരിച്ചു ചെല്ലേണ്ടതും പ്രിയമുള്ളവരെ ആ സ്വർഗത്തിലേക്കാണ്. ആ സ്വർഗവാതിലുകളാണ് പ്രിയമുള്ളവരെ റംസാൻ മാസം ഒന്നായി കഴിഞ്ഞാൽ പരക്കെ തുറന്നിടുന്നത്. നമുക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ? കത്തിക്കാളുന്ന നരകം, ഒരു മനുഷ്യനെ ദൂരത്തുനിന്ന് കാണുമ്പോൾ തന്നെ നരകം ആർത്തട്ടഹസിച്ച് ഒച്ചപ്പാടും ബഹളവുമായി അവനിലേക്ക് വരുമെന്നാണ് അള്ളാഹുവിന്റെ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നരകത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണ്ടേ? നമുക്ക് ആ നരകത്തിൽ പ്രവേശിക്കാതിരിക്കാനുള്ള സൽക്കർമ്മങ്ങൾ ഈ റംസാൻ മാസത്തിൽ നമുക്ക് അനുഷ്ഠിക്കണ്ടേ? നമ്മളൊക്കെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും വലിയ വലിയ ദുഃഖങ്ങളും സങ്കടങ്ങളും, അതിനൊക്കെ നമുക്കൊരു പരിഹാരം വേണ്ടേ? ഒരു അറുതി വേണ്ടേ? അതിനെല്ലാം പറ്റിയ അസുലഭമായ അനർഘമായ നിമിഷങ്ങൾ, വേളകൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഈ അതിഥിയെ തുറന്ന മനസ്സോടുകൂടി, നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി, സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ നമുക്കാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ. പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളൊരു ഭാഗത്തുണ്ട്, അതൊന്നും മറന്നുകൊണ്ടല്ല സംസാരിക്കുന്നു. പക്ഷേ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലക്ക് ഈ റംസാൻ നമുക്ക് കാണുവാൻ സാധിക്കണം. അങ്ങനെ കാണുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഈ പരിശുദ്ധ റംസാൻ മാസത്തെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെക്കും കഴിഞ്ഞുപോയ റമദാനിനെ അപേക്ഷിച്ച് ഇതുവരെക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കാത്ത, ഞാൻ എന്തൊക്കെ കർമ്മങ്ങളാണ് അള്ളാഹുവെ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്, അതിനൊക്കെയും തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള റംസാനാക്കി മാറ്റണേ തമ്പുരാനെ. അള്ളാഹുവെ, പരമാവധി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്
പരമാവധി ഹത്തം തീർത്തുകൊണ്ട് ഇഖ്ലാസോടുകൂടി പാരായണം ചെയ്തുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടി ശാന്തമായി സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി അള്ളാഹുവെ ഈ റമദാനിനെ വരവേൽക്കാൻ, ആ റമദാനിൽ ഈ പറയപ്പെട്ട കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പടച്ചവനെ ഈ മുസ്ലിം ഉമ്മത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തമ്പുരാനെ. അള്ളാഹുവെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, സാമ്പത്തികമായ പ്രയാസം കൊണ്ട് വളരെയേറെ ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന എത്രയോ മനുഷ്യന്മാർ അള്ളാഹു നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ക്ലാസ് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവെ. എല്ലാവരുടെയും സങ്കടങ്ങൾ, എല്ലാവരുടെയും പ്രയാസങ്ങൾ, എല്ലാ ദുരിതങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും അള്ളാഹുവെ നീ മാറ്റിത്താ തമ്പുരാനെ. റബ്ബനാ ഹബലനാ മിൻ അസ്വാജിന വസുരിയാത്തിന ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.